കൃപയുടെ വാസസ്ഥലം കൃപാസനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. വേദനിക്കുന്നവർക്കെന്നും ആത്മധൈര്യത്തിനഭിഷേകം, വചനത്തിനഭിഷേകം, ആത്മസൗഖ്യത്തിനഭിഷേകം. വരുവിൻ നിങ്ങൾ യേശുവിൻ സന്നിധേ, അവനേകും സാന്ത്വനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. ഭാരത്താലേ തളരുന്ന സോദരേ, സഹനത്തിരമാലയിൽ പതറാതെ മുന്നേറിടാ. അഭിഷേകം സാന്ത്വനാഭിഷേകം. യേശുവേകിടും അഭിഷേകം സാന്ത്വനാഭിഷേകം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, ഞങ്ങൾക്ക് നിന്നെ സ്തുതിക്കുന്നു, ഹല്ലേലൂയ ഹല്ലേലൂയ. നിന്നെ നമിക്കുന്നു ഓ ദിവ്യകാരുണ്യമേ. നിന്നെ സ്തുതിക്കുന്നു, നിന്നെ നമിക്കുന്നു ഓ ദിവ്യകാരുണ്യമേ. ഓ ദിവ്യകാരുണ്യമേ, ഓ സ്നേഹസാഗരമേ, നിത്യജീവൻ പാപിക്കു നൽകിയ യേശു തമ്പുരാനേ, പാപം ക്ഷമിച്ചും ജീവൻ വെടിഞ്ഞും സ്നേഹം ചൊരിഞ്ഞവനേ, നിന്നെ സ്തുതിക്കുന്നു, നിന്നെ നമിക്കുന്നു ഓ ദിവ്യകാരുണ്യമേ. നിന്നെ സ്തുതിക്കുന്നു, നിന്നെ നമിക്കുന്നു ഓ ദിവ്യകാരുണ്യമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലെ ഓരോരോ കാലാവസ്ഥകൾ മാറി മാറി വരും. ചിലപ്പോൾ നമുക്ക് ദൈവത്തെ അനുഭവപ്പെടാത്ത സമയം വരും. ദൈവത്തെ അനുഭവപ്പെടാത്ത സമയം അത് പലപ്പോഴും ദുഃഖം കൂടുമ്പോൾ അങ്ങനെ വരാം.
ചിലപ്പോൾ രോഗങ്ങൾ വരുമ്പോഴും മനുഷ്യന് ദൈവത്തെ അനുഭവപ്പെടാത്ത ഒരു അവസ്ഥ വരും. ഈശോ ദുഃഖവുമായി സന്തോഷവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ കർത്താവ് തൻ്റെ സാന്നിധ്യത്തെക്കുറിച്ച് സംസാരിക്കും, തൻ്റെ അസാന്നിധ്യത്തെക്കുറിച്ച് സംസാരിക്കും. അപ്പോൾ അവിടെ പലപ്പോഴും ദുഃഖവുമായി ബന്ധപ്പെട്ടാണ് തൻ്റെ അസാന്നിധ്യത്തെക്കുറിച്ച് സംസാരിക്കുന്നത്. സന്തോഷവുമായി ബന്ധപ്പെട്ട് തൻ്റെ സാന്നിധ്യത്തെക്കുറിച്ച് സംസാരിക്കും. അതാണ് ഈശോ പറയണത്, അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണുകയില്ല. വീണ്ടും അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണും. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ കരയുകയും വിലപിക്കുകയും ചെയ്യാം, എന്നാൽ ലോകം സന്തോഷിക്കും. എന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും. നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം 16:19 ഈശോയുടെ പാഷൻ പ്രഡിക്ഷൻ്റെ അവസാന പീഡാനുഭവ പ്രവചനത്തിൻ്റെ അനുബന്ധമായിട്ടാണ് ഇത് പറയണത്. അവസാനം 3 പീഡാനുഭവ പ്രവചനം കഴിഞ്ഞ് പിന്നെ വരുന്ന അനക്സറായിട്ട് അനുബന്ധമായിട്ട് പറയുന്ന പ്രവചനമാണ്. അതിൻ്റെ അകത്തെല്ലാം ഉണ്ട്. പീഡാനുഭവ പ്രവചനത്തിലുള്ള എല്ലാ കണ്ടൻറ്റുകളും ഈ വചനത്തിലുണ്ട്. മനുഷ്യപുത്ര ശത്രുക്കളെ ഏൽപ്പിക്കപ്പെടും, അവർ അവനെ പീഡിപ്പിക്കും, വധിക്കും, 3-ാം ദിവസം ഉയർത്തി നിൽക്കും, നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും. ഈ നോൻപ് കാലത്ത് പീഡാനുഭവത്തിൻ്റെ ഒരു ധ്യാനമാണ്. ആ രീതിയിലാണ് ഈ ശുശ്രൂഷകളെ നിങ്ങൾ കാണേണ്ടത്. ഇപ്പോൾ മത്തായി ശ്ലീഹ 27:46 തിരുവചനങ്ങൾ, എലോയ് എലോയ് ലാമ സബക്താനി, എൻ്റെ ദൈവമേ എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു? കർത്താവിനെ ഉപേക്ഷിക്കാൻ ഒരു കാരണമില്ലല്ലോ. ആ ചോദ്യം ഭയങ്കര ചങ്കകൊള്ളുന്ന ചോദ്യമാണ്. കാര്യം ഒന്ന് മനുഷ്യനോട് ദൈവം പറഞ്ഞിട്ടുണ്ട്, ഹെബ്രായർ 13:5 ഒരു കാരണവശാലും ഞാൻ നിന്നെ ഉപേക്ഷിക്കത്തില്ലെന്ന്. അപ്പം മനുഷ്യനോട് ദൈവം പറഞ്ഞിരിക്കണം ഒരു കാരണവശാലും നിന്നെ ഉപേക്ഷിക്കത്തില്ലെന്ന്. പിന്നെ എങ്ങനെയാണ് ദൈവത്തിൻ്റെ മകനെ ഉപേക്ഷിക്കണത്? അതുകൊണ്ട് ഈശോ ചോദിക്കുകയാണ്, എന്ത് കാരണം കൊണ്ടാണ് മത്തായി 27 തിരുവചനം 46 എന്നെ ഉപേക്ഷിച്ചത്? പക്ഷേ എന്താണ് നമുക്ക് തോന്നുന്നത്? ഉപേക്ഷിച്ചതല്ല. ഈശോ ഇങ്ങനെ ഒരു കുറവ് ഇറച്ചിയായിട്ട് അണിയെ തൂങ്ങി ഇങ്ങനെ തിളച്ച് 3 മണി നേരത്തെ ഇങ്ങനെ കിടക്കുകയല്ലേ. ഈ വേദന ചുളികുത്തി വന്ന സമയത്ത് ഹി ക്യാൻ എക്സ്പീരിയൻസ്, കർത്താവിനെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി പിതാവിനെ. അത് താൻ ആബ്സൻസായിട്ടാണ് ഫീൽ ചെയ്യണത്. പക്ഷേ ഈശോയുടെ ആന്തരികമായ ബോധ്യം ഭയങ്കരമാണ്. ഏത് വേദനയുടെ സമയത്തും വലിയ ബോധ്യങ്ങൾ നമ്മളെ സഹായിക്കുന്നത് വിശ്വാസമല്ല. ശരിക്കും വിശ്വാസത്തിൻ്റെ കുഴപ്പമുള്ളത് അത് ക്ഷയിക്കും. അതാണ് കുഴപ്പം. അത് കൂടുകയും കുറയുകയും ചെയ്യുന്ന ഒരു രീതിയാണ് വിശ്വാസത്തിനുള്ളത്. പക്ഷെ ബോധ്യത്തിന് അങ്ങനെയില്ല. അതുകൊണ്ട് കർത്താവിന് ഈ വേദന ഇങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോഴും ഈ വേദനയുടെ ഉള്ളിൽ നിന്ന് ഈ ബോധ്യം അപ്പോഴും അവബോധത്തിൽ ഇങ്ങനെ തെളിഞ്ഞു വരും. ബോധ്യം എന്താ ഇപ്പം നമ്മൾ പറയണത്? പിതാവ് ഒരിക്കലും ഉപേക്ഷിക്കത്തില്ല, നിന്നെ വിട്ടു പോകത്തുമില്ല. എന്നാൽ ബോധ്യം വേദന അല്പം ഒന്ന് മങ്ങുമ്പോൾ, അഥവാ അത് അനുഭവിച്ച് അതിനോട് ഒരു സമരസപ്പെട്ട് നിൽക്കുന്ന നിമിഷങ്ങളിൽ അടുത്ത ബോധം ഉണരും കർത്താവിനെ. എന്നിട്ട് ഈശോ പറയും, അപ്പാ ഐ കമാൻഡ് മൈ സ്പിരിറ്റ്. ഉപേക്ഷിച്ച് പോയ ദൈവത്തോട് വല്ലവരും സമർപ്പിക്കുക. അപ്പോൾ ഉപേക്ഷിച്ചിട്ടില്ല എന്ന് എൻ്റെ അർത്ഥം. അപ്പാ ഐ കമാൻഡ് മൈ സ്പിരിറ്റ്, എൻ്റെ ആത്മാവിനെ ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു. അതാണ് ലൂക്കാസ് വിശേഷം നമ്മൾ 23:46. പിതാവേ, അങ്ങേ കരങ്ങളിൽ ഞാൻ എൻ്റെ ആത്മാവിനെ
സമർപ്പിക്കുന്നു. അതിൻ്റെ അർത്ഥം എന്താണ്? ഏത് വേദന നിമിഷവും, ഏത് കുരിശിൻ്റെ സമയത്തും, ഏത് കൊറോണ കാലങ്ങളിലും ദൈവം നമ്മളെ വിട്ടു പിരിയുന്നില്ല. വേദന കൊണ്ട് ചില സമയം നമുക്കിങ്ങനെ തോന്നിപ്പോണതാണ്. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ആ ആന്തരികമായ ബോധ്യം വരുമ്പോൾ നമ്മുടെ കുരിശ് കർത്താവിനെ പോലെ നമ്മുടെ രോഗം ഉയർപ്പിൻ്റെ മഹിമ പ്രാപിക്കാൻ വേണ്ടി വിശ്വാസത്തോടെ നമ്മൾ സമർപ്പിക്കും. ഈ നോൻപ് കാലം ശരിക്കും സമഗ്രമായ ഒരു നോൻപ് കാലമാണ്. നമുക്ക് ഭക്തിയോടെ, പ്രാർത്ഥനയോടെ, അപ്പാ അങ്ങേ കരങ്ങൾ എൻ്റെ ആത്മാവിനെ സമർപ്പിക്കുമെന്ന് പറഞ്ഞ പോലെ എൻ്റെ രോഗങ്ങളെ, എൻ്റെ വേദനകളെ, ഞാനിപ്പോൾ അനുഭവിക്കുന്ന എല്ലാ അസ്വസ്ഥങ്ങളെയും കർത്താവിൻ്റെ നാമത്തിൽ അപ്പായുടെ കരങ്ങൾ സമർപ്പിച്ചുകൊണ്ട് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ കർത്താവേ. അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് കർത്താവേ ഞങ്ങളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. വലിയ അഭിഷേകവും ശക്തി നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങേക്ക് തിരുവിലാവിൽ നിൽക്കുന്ന രക്തക്കണികകളാൽ, കുരിശിൻ്റെ അഭിഷേക ശക്തിയാൽ ഞങ്ങളുടെ ജീവിത ദുരിതങ്ങളും വേദനകളും സഹനങ്ങളും കർത്താവെ അങ്ങിൽ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹാത്യാഗത്തെ. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹാത്യാഗത്തെ. പകരം എന്തു നൽകും ഞാനിനി, ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥന്. പകരം എന്തു നൽകും ഞാനിനി, ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥന്. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹാത്യാഗത്തെ. നിൻ ശരീരം തകർത്തു നീ ഞങ്ങൾക്കായി, ശുദ്ധരക്തം ചിന്തി നീ ഞങ്ങൾക്കായി. നിൻ ശരീരം തകർത്തു നീ ഞങ്ങൾക്കായി, ശുദ്ധരക്തം ചിന്തി നീ ഞങ്ങൾക്കായി. പകരം എന്തോ നൽകും ഞാനിനി, അന്ത്യത്തോളം ഓർമ്മിക്കും യാഗത്തെ. പകരം എന്തോ നൽകും ഞാനിനി, അന്ത്യത്തോളം ഓർമ്മിക്കും യാഗത്തെ. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹാത്യാഗത്തെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. കർത്താവേ, അങ്ങേ കുരിശിൽ ഞങ്ങൾ കാണുന്ന സ്നേഹം കർത്താവേ, ഞങ്ങൾക്ക് സമാധാനവും സന്തോഷവും വിശുദ്ധിയും പ്രദാനം ചെയ്യണമേ. കർത്താവേ, രോഗദുരിതങ്ങളിൽ നിന്നും കർത്താവേ, കൊറോണ എന്ന വൈറസ് രോഗത്തിനെല്ലാം ജനതകൾക്ക് സൗഖ്യവും മോചനവും നൽകണമേ. കർത്താവേ, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ഒരു കാരണവശാലും ദൈവം നമ്മളെ ഉപേക്ഷിക്കത്തില്ല എന്നുള്ള ഏറ്റവും വലിയ വചനങ്ങളാണ് നമ്മൾ ഓരോ സാക്ഷ്യങ്ങളിൽ കൂടെ ലഭിക്കുന്നത്. അനുഭവങ്ങൾ മനുഷ്യന് രണ്ട് തരമാണ്. സ്വന്തം അനുഭവമുണ്ട്, മറ്റുള്ളവരുണ്ടാകുന്ന അനുഭവങ്ങളുണ്ട്. ഈ രണ്ടും നമുക്ക് വിശ്വാസം വർദ്ധിപ്പിക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ ക്രമീകരണമായത് ദൈവം നമ്മളെ ഉപേക്ഷിക്കുന്നില്ല എന്നുള്ളതിൻ്റെ സൂചനയും അനുഭവവുമാണ്. ഈ അനുഭവ സാക്ഷി നമുക്ക് പ്രാർത്ഥനാപൂർവ്വം കേൾക്കാം. ഞാൻ വരുന്നത് മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ നിന്നാണ്. ഞാൻ എൻ്റെ 3 വയസ്സായ കുഞ്ഞിനെ ക്യാൻസർ അത്ഭുതകരമായി സുഖപ്പെട്ടതിനെ സാക്ഷ്യം പറയാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. എൻ്റെ മകൾ വീട്ടിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വയറ്റിലൊരു തടിപ്പ് പോലെ കണ്ടു. ഞങ്ങളതപ്പോൾ തന്നെ ഹോസ്പിറ്റലിൽ പോയി.
അപ്പോൾ ഡോക്ടർമാർ പലരും പറഞ്ഞു കിഡ്നി ഒന്ന് വലിപ്പം കൂടുതലാണ്, ചിലർ പറഞ്ഞു വലിപ്പം കുറവാണ്. അങ്ങനെ ഒരുപാട് സ്കാനിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒരുപാട് ഹോസ്പിറ്റലുകൾ ഞങ്ങൾ പോയി. ലാസ്റ്റ് ഞങ്ങൾ എത്തിപ്പെട്ടത് SITയിലാണ്. SITയിൽ പോയപ്പോൾ ഡോക്ടർക്ക് സങ്കടമായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും കണ്ട് ഡോക്ടർ പറഞ്ഞ് കുഞ്ഞിൻ്റെ 2 കിഡ്നിയും ഡാമേജാണ്, കുഞ്ഞിന് ക്യാൻസറാണ്, കുഞ്ഞിനെ RCCയിലേക്ക് എത്രയും പെട്ടെന്ന് റെഫർ ചെയ്യണമെന്ന് പറഞ്ഞു. വളരെ സങ്കടത്തോടു കൂടി ഞങ്ങൾ RCCയിലെത്തി. പക്ഷെ അവരും പറഞ്ഞു കീമോതെറാപ്പി ചെയ്യുന്നതിലൊന്നൊരു കാര്യം കാണുമെന്ന് പ്രതീക്ഷിക്കേണ്ട, കാരണം അത്രയും ആയിട്ടുണ്ട്. 8 സെൻറ്റിമീറ്റർ വലുപ്പത്തിലാണ് മുഴ ഇരിക്കുന്നതെന്ന് പറഞ്ഞു. പിന്നെയാണ് എന്ത് ചെയ്യണമെന്ന് അറിയാതെ വീട്ടിലിരിക്കുന്ന സമയത്താണ് എൻ്റെ ചേച്ചി വന്നിട്ട് കൃപാസനം തികച്ചു പറയാൻ അവൾക്ക് അറിഞ്ഞുകൂടാ, എവിടെയോ മുറിഞ്ഞ് കേട്ടൊരറിവ് മാത്രം. ലാസ്റ്റ് ഇവിടെ വന്ന് ഞങ്ങൾ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു, ഒരുപാട് പ്രാർത്ഥിച്ചു. ഇനി ഒരു രക്ഷയില്ല, ഇനി മാതാവ് മാറ്റിത്തരാണെങ്കിൽ മാത്രം അതിനൊരു രക്ഷ. അമ്മയടുത്ത് പറഞ്ഞു, അമ്മ ഈ ലോകം മൊത്തം പറയുന്നു എൻ്റെ കുഞ്ഞിന് ക്യാൻസറാണെന്ന്, ആര് എന്ത് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കില്ല. എല്ലാ റിപ്പോർട്ടുകളും എൻ്റെ കയ്യിലുണ്ട്, മോൾക്ക് ക്യാൻസറുള്ള റിപ്പോർട്ടുകളെല്ലാം എൻ്റെ കയ്യിലുണ്ട്. ആര് എന്ത് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കില്ല. എൻ്റെ അമ്മയും തിരുകുമാരനും പറയണം അവൾക്ക് ക്യാൻസറല്ല, നിങ്ങൾ രണ്ടുപേരും പറഞ്ഞ് എനിക്കത് വിശ്വാസമാണ്. കാരണം അത്രയധികം ഞാൻ എൻ്റെ യേശുവിനെ സ്നേഹിക്കുന്നു, എൻ്റെ കുഞ്ഞിനെക്കാളും സ്നേഹിക്കുന്നു. ഞാൻ പിന്നെ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ എൻ്റെ കുഞ്ഞ് മരിച്ചു പോയാലും കർത്താവേ, ഞാൻ ഇവിടെ വന്ന് നിന്നെ മഹത്വപ്പെടുത്താൻ ഞാൻ ഇവിടെ വരും. അവൾ മരിച്ചു പോയാലും എനിക്ക് പ്രശ്നമില്ല, നിന്നെ അത്രയധികം ഞാൻ സ്നേഹിക്കുന്നുണ്ട്. ഇങ്ങനെയെല്ലാം ഞാൻ കരഞ്ഞ് ചോദിക്കും. ഇതിലൊന്നും ഒരു മറുപടി ലാസ്റ്റ് എനിക്ക് തന്നു. കുഞ്ഞ് RCCയിൽ 7 ദിവസം അഡ്മിറ്റായി, ടെസ്റ്റുകൾ നടന്നുകൊണ്ടേയിരിക്കുന്നു. ഡോക്ടർമാർ പറഞ്ഞു നെഞ്ചിനകത്ത് ക്യാൻസർ ബാധിച്ചിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. അപ്പോഴും കിഡ്നി ക്യാൻസറാണ്, വീണ്ടും മറ്റു ഭാഗത്ത് സ്പ്രെഡായിട്ടുണ്ടോ എന്നുള്ള സംശയമാണ് അവർ പറയുന്നത്. ഞാൻ ഒന്നും മിണ്ടിയില്ല, ഒന്നും കരഞ്ഞതുമില്ല, ഒന്നും ചെയ്തില്ല. അറിയുന്ന രീതിയിൽ ചൊല്ലി എല്ലാം. ലാസ്റ്റ് റിസൾട്ട് 7ാമത്തെ ദിവസം റിസൾട്ട് വന്നു. മോക്ക് 2 കിഡ്നിയും ഡാമേജാണ്, 2 കിഡ്നിയിലും മുഴകളുണ്ട്. പക്ഷേ ക്യാൻസറിൻ്റെ ഒരു സെല്ല് പോലും കുഞ്ഞിൻ്റെ ശരീരത്തിൽ കാണാനില്ല. പക്ഷേ കീമോതെറാപ്പിയിലൂടെ നമുക്ക് ഈ അസുഖത്തെ പൂർണ്ണമായിട്ട് സൗഖ്യപ്പെടുത്താൻ കഴിയുമെന്ന് പറഞ്ഞു. എല്ലാവിധ അനുഗ്രഹങ്ങൾക്കും അമ്മ മാതാവിനും തിരുകുമാരനും 1000 നന്ദി പറയുന്നു. യേശുവേ ആരാധന, യേശുവേ സ്തുതി, യേശുവേ നന്ദി. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോ മറ്റുള്ളവരുടെ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ അത് ഇന്നലെ എനിക്കോ നാളെ എനിക്കോ വരാനുള്ള ഒരനുഭവമാണെന്നുള്ള ബോധ്യത്തിൽ വേണം നമ്മൾക്ക് ആ സാക്ഷ്യങ്ങളെ ശ്രദ്ധിക്കാൻ. അപ്പോൾ നമുക്കും ആ സാക്ഷ്യത്തിൻ്റെ ആത്യന്തിക അനുഭവം നമുക്കും അവകാശമാകും. ഇപ്പോഴും നമ്മൾ ആരാധനയിലേക്ക് പ്രവേശിക്കുകയാണ്. ആരാധനയിലെ ഇതുപോലെയുള്ള അനുഭവങ്ങൾ, പ്രത്യേകിച്ച് നോൻപ് കാലമാകുമ്പോൾ ജനങ്ങൾക്ക് പലതരത്തിലുള്ള ആധ്യാത്മികമായി ഒത്തിരിയേറെ വിശുദ്ധീകരിക്കപ്പെട്ടൊരു കാലത്ത് നമ്മൾ പലപ്പോഴും പല വിഷയങ്ങൾ കൊണ്ടും ആഘോഷങ്ങൾക്ക് പോലും ആശയടക്കവും കൂട്ടായ്മകൾക്ക് പോലും ആശയടക്കമുള്ളതാണ്. ഈ ആശയടക്കങ്ങളെല്ലാം ആത്മാർത്ഥമായ ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് ഇത്തരം ആശയടക്കങ്ങൾ കൂടുതൽ നന്മകളെ ചെയ്യത്തുള്ളൂ. ദൈവം ഈ കൊല്ലം ഇങ്ങനെ ഒരു നോൻപ് ആചരിക്കാൻ നമ്മളെ പരിശീലിപ്പിക്കുകയുമാണ്. എല്ലാ പരിപാലനയുടെ ഉദ്ദേശം പ്രായശ്ചിത്തമാണെന്ന് കർത്താവേ, ആത്മവിശുദ്ധീകരണമാണെന്ന് ഞങ്ങൾ അറിയുന്നു. കർത്താവേ, ഈ കാലങ്ങളിലെല്ലാം ഇപ്പോൾ ഞങ്ങൾ അനുഭവിച്ചിരിക്കുന്ന എല്ലാ അസൗകര്യങ്ങളും ഞങ്ങളുടെ പാപത്തിന് പരിഹാരമായിട്ട് അങ്ങയുടെ തിരുസന്നിധിയിൽ തന്നുകൊണ്ട് നിന്റെ കരുണയ്ക്ക് വേണ്ടി അപേക്ഷിക്കുന്നു. സ്തുതികട ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് നമുക്കിന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, അവിടുത്തെ സാന്നിധ്യം വെളിപ്പെടുത്തണമേ കർത്താവേ. ഞങ്ങളുടെ ജീവിതത്തിലും കുടുംബങ്ങളിലും കർത്താവേ, ലോകം മുഴുവനിലും അങ്ങയുടെ സാന്നിധ്യം ഇപ്പോൾ വെളിപ്പെടുത്തണമേ. ഈശോയെ സംരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കരങ്ങൾ വീശി വിശ്വാസത്തോടുകൂടി യേശുവേ ആരാധന ചേർന്ന് പാടാം. ആരാധന ആരാധന യേശുവേ ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവേ, ഞങ്ങളുടെ എല്ലാ ഭവനങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന
കർത്താവ് ഞങ്ങളുടെ സ്വദേശത്തും വിദേശത്തുമുള്ള ഞങ്ങളുടെ എല്ലാ സഹോദരങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അവർക്കെല്ലാം വേണ്ടി ഞങ്ങൾ ഈ ആരാധന ഇപ്പോൾ നടത്തുകയാണ്. ഞങ്ങളുടെ ഭവനങ്ങളുടെ വിശ്വാസത്തിൻ്റെ ഉയർച്ചയ്ക്ക് കർത്താവ് ഒരു ശുശ്രൂഷയ്ക്ക് പങ്കെടുക്കാനോ നോൻപിൻ്റെ ഒരു ശിവാപാത പോലും ആത്മാർത്ഥമായി പങ്കെടുക്കുവാനോ കഴിയാതെ ഇരിക്കുന്നവരും അതിന് സ്ഥലമില്ലാത്തവരും അവസരമില്ലാത്തവരും ഒക്കെ ഉണ്ട് ഈശോയെ. അവരെല്ലാം ഞങ്ങൾ ഈ നിമിഷം അനുസ്മരിച്ചുകൊണ്ട് അവർക്കെല്ലാം വേണ്ടി കർത്താവ് അവരെല്ലാം കർത്താവിന് തിരിച്ച് സമർപ്പിച്ചുകൊണ്ട് അവരുടെ പാപപരിഹാരത്തിന് വേണ്ടി സമർപ്പിക്കുന്നു. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, കുടുംബങ്ങളിൽ ഇരിക്കുന്നവര്, ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവര്, കർത്താവേ, വിദേശ രാജ്യങ്ങൾ സ്പർശിക്കണമേ. വിശ്വാസത്തോടെ കർത്താവേ, ഞങ്ങളുടെ നാട് ഓരോരോ കാലങ്ങളിലെ വ്യത്യസ്തമായ ദുരന്തങ്ങൾ, പ്രളയങ്ങൾ, ഓഖികൾ, നിപ്പ, പക്ഷിപ്പനികൾ, അതുപോലെ തന്നെ ഇപ്പോഴ് കൊറോണയും, ഇങ്ങനെ കർത്താവെ പ്ലേഗുകൾ, ഈജിപ്തിലെ പ്ലേഗുകൾ പോലെ കർത്താവെ മനുഷ്യനെ ബാധിച്ചുകൊണ്ടിരിക്കുക. ഈ അവസ്ഥകളിലെല്ലാം കർത്താവെ ഓരോ പ്ലേഗ് കഴിയുമ്പോഴും ഫറവോൻ്റെ ഹൃദയം കഠിനമായി നീതിരിക്കുന്ന പോലെ ഓരോ തകർച്ച കഴിയുമ്പോഴും മനുഷ്യന്മാർ പിന്നെയും ജാതിയുടെയും മതത്തിൻ്റെയും സ്പർദ്ധതയുടെയും പേരിൽ പരസ്പരം കലഹിക്കുകയും പഴിച്ചാരുകയും ആക്രമിക്കുകയും ചെയ്യുന്ന കഠിന ഹൃദയമായിട്ട് മാറുകയും. ഇതിനേക്കാൾ വലിയൊരു വിപത്താണ് തന്നെത്താൻ ആവശ്യപ്പെടുകയും തന്നെത്താൻ അനുഭവിക്കുകയും ചെയ്യുന്നത്. ഇതിനേക്കാൾ ഉപരി കർത്താവേ, ഓരോ തകർച്ച കഴിയുമ്പോഴും കൂടുതൽ എളിമയുള്ളവരും പരസ്പര സ്നേഹമുള്ളവരും ക്ഷമയുള്ളവരുമായി മാറുവാൻ കർത്താവെ, ദൈവത്തെ ഇപ്പോഴും നിന്ദിച്ചുകൊണ്ട് ദൈവിക കാര്യങ്ങളെ, ശുശ്രൂഷകളെ അപമാനിക്കുകയും അതിൻ്റെ പേരിൽ ദൈവത്തെ, ദൈവിക വിശ്വാസത്യങ്ങളെ മാധ്യമങ്ങളിൽ പോലും അവഹേളിച്ചുകൊണ്ട് അതിൻ്റെ പേരിലൊക്കെ ബിസിനസ് നടത്തുന്നവരുണ്ട്. ഈശോയെ, പലതരത്തിലും മനുഷ്യന്മാരെ മുമ്പത്തെക്കാളുപരി ദ്രവ്യത്തോട് ആസക്തിയുള്ളവരാവുകയും പരസ്പരം വൈരാഗ്യത്തിൽ പെരുമാറുകയും ചെയ്തിട്ട് കഠിന ഹൃദയമായി പോകുന്ന അവസ്ഥയുണ്ട്. പൊതുജന സമൂഹത്തിന് വേണ്ടി കർത്താവേ, ഞങ്ങൾ ഈ ആശയടക്കത്തിൻ്റെ കാലത്തെടുക്കുന്ന ഓരോ നോൻപുകളും കുരിശിൻ്റെ വഴികളും ആശയടക്കങ്ങളും എല്ലാം ജനതയുടെ മനസ്സാന്തത്തിന് വേണ്ടി കാഴ്ചവെച്ചുകൊണ്ട് നിന്നെ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കുന്ന കർത്താവേ, കർത്താവായ ദൈവമേ, സ്പർശിക്കണമേ, കൊറോണ രോഗികളെ സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വിദേശത്തും സ്വദേശത്തുമെല്ലാം രോഗഭീഷണിയിലായിരിക്കുന്നവരെ സ്പർശിക്കണമേ. ഈശോയെ, രാഷ്ട്രത്തെ രക്ഷിക്കണമേ, ലോകത്തെ രക്ഷിക്കണമേ. നല്ലവനായ ഈശോയെ, നേരത്തെ കടമുണ്ടായിരുന്നവർക്ക് ഇപ്പോൾ ഇരട്ടി കടമായി, രോഗമുണ്ടായിരുന്നവർക്ക് കൂടുതൽ രോഗങ്ങളായി, അതുപോലെ സമാധാനം ഇല്ലാത്തവരും വരുമാന മാർഗം ഇല്ലാത്തവർക്ക് കൂടുതൽ പ്രയാസത്തിലായി. കർത്താവേ, ഇപ്പോഴും കർത്താവ്, ഈ നിമിഷം ഞങ്ങൾ അങ്ങയുടെ എല്ലാ മക്കൾക്ക് വേണ്ടി, എല്ലാ ജനങ്ങൾക്ക് വേണ്ടി കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു. ഇതിനെ അതിജീവിച്ചുകൊണ്ട് ജനങ്ങൾ സമാധാനത്തിലേക്കും പരസ്പര സ്നേഹത്തിലേക്കും ആന്തരിക അനുതാപത്തിലേക്കും കടന്നു വരാൻ ഇടയാക്കണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളെ തന്നെ വിശുദ്ധീകരിക്കാൻ ദൈവത്തിന്റെ കൃപ ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, യേശുവേ ആരാധന. കരങ്ങൾ വീശി യേശുവേ ആരാധിക്കട്ടെ. യേശുവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ, ഹൃദയെ പൗത്രീകരിക്കണമേ, വിശ്വാസത്തെ ശക്തിപ്പെടുത്തണമേ. യേശുവേ ആരാധന, യേശുവേ ആരാധന. പ്രിയമുള്ളവരെ, ഒത്തിരി പേര് കൃപാസനത്തിൽ വന്ന് സാക്ഷ്യം അൾത്താരയിൽ പറഞ്ഞിട്ടുണ്ട്. സാന്ത്വനാഭിഷേകം കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത്
കർത്താവ് ഞങ്ങളെ തൊട്ടു, സ്പർശിച്ചു, സൗഖ്യപ്പെട്ടു, സമാധാനം ഉണ്ടായി. ഓരോ വിഷയങ്ങൾക്കും പ്രത്യേക വിടുതൽ പ്രാപിച്ചുവെന്ന്. അതുപോലെ ആശീർവാദത്തിൻ്റെ സമയമാണിത്. നിങ്ങൾക്കിപ്പോൾ മൗനമായി നിങ്ങളുടെ ജീവിത ആവശ്യങ്ങൾ പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിക്കാം. കർത്താവ് ഈ നിമിഷം നിങ്ങളെ അനുഗ്രഹിക്കുകയും ആശ്വസിപ്പിക്കുകയും ആശീർവാദ നിമിഷം നിങ്ങളെ സുഖപ്പെടുത്തുകയും ചെയ്യാം. നമുക്ക് ആശീർവാദം സ്വീകരിക്കാം. ദിവ്യകാരുണ്യ ഈശോ ലോകജനതയെ മുഴുവനും ആശീർവദിക്കാൻ പോവുകയാണ്. കർത്താവേ, അങ്ങ് പ്രാർത്ഥിച്ചല്ലോ, അങ്ങേ കരങ്ങളിൽ പിതാവേ എൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു. ഇതുപോലെ കർത്താവേ, അങ്ങയുടെ പാദത്തെങ്കിലേക്ക് കർത്താവെ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. ലോകജനതയെ മുഴുവനായിട്ട് സമർപ്പിക്കുന്നു. കൊറോണ വൈറസ് മൂലം വേദനിക്കുന്ന മക്കളെയും രാഷ്ട്രങ്ങളെയും സമർപ്പിക്കുന്നു. ഞങ്ങളുടെ രോഗങ്ങളും ദുരിതങ്ങളും ഞങ്ങളുടെ കടഭാരങ്ങളും സമർപ്പിക്കുന്നു. ഞങ്ങളുടെ മക്കളുടെ വിദ്യാഭ്യാസ മേഖലകൾ സമർപ്പിക്കുന്നു. ഇപ്പോൾ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന മക്കളും പരീക്ഷനായിരിക്കുന്ന മക്കളുമെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ബോർഡ് എക്സാം, +2 എല്ലാം സമർപ്പിക്കുന്നു. കർത്താവെ, ദുഃഖത്തിലും ദുരിതത്തിലും കഷ്ടതയിലും കഴിയുന്നവരെ സമർപ്പിക്കുന്നു. സാമ്പത്തിക മാന്ദ്യത്തിലും പ്രതിസന്ധിയിലും കഴിയുന്നവരെ സമർപ്പിക്കുന്നു. സന്താനമില്ലാതെ ഭവനമില്ലാതെയും കഴിയുന്നവരെ സമർപ്പിക്കുന്നു. കർത്താവെ, കിഡ്നി ഡയാലിസിന് രോഗികളെ സമർപ്പിക്കുന്നു. ഹൃദയരോഗികളെ സമർപ്പിക്കുന്നു. കർത്താവെ, ക്യാൻസർ രോഗികളെ സമർപ്പിക്കുന്നു. ലിവർ രോഗികളെ സമർപ്പിക്കുന്നു. മരുന്ന് പോലും കണ്ടുപിടിക്കാൻ പറ്റാത്ത രോഗദുരിതങ്ങളിലും ദുരിതത്തിൽ കഴിയുന്നവരെ സമർപ്പിക്കുന്നു. കൊറോണ എന്ന മഹാവ്യാധി പോലും വിഷമിക്കുന്ന മക്കളെ സമർപ്പിച്ചുകൊണ്ട് കരങ്ങളുയർത്തി സ്തുതിക്കട്ടെ. ഇത് കർത്താവ് ആശീർവദിക്കുകയാണ്. ജനതയെ മുഴുവനും ആശീർവദിക്കുന്നു. ലോക ജനതയെ കർത്താവ് ആശീർവദിക്കുകയാണ്. കർത്താവ് ദൈവത്തിൻ്റെ ശക്തി നിറയുകയാണ്. ഓരോ രോഗബാധിതരെയും ഈശോ ആശീർവദിക്കുകയാണ്. ദൈവത്തിൻ്റെ ശക്തി കുടുംബങ്ങളിൽ നിറയുകയാണ്. ദൈവത്തിൻ്റെ ശക്തി വ്യക്തികളിൽ നിറയുകയാണ്. കർത്താവിൻ്റെ കൃപ വർഷിക്കപ്പെടുകയാണ്. യേശുവേ നന്ദി പറയുന്ന കർത്താവേ, യേശുവേ ആരാധന, യേശുവേ ആരാധന. ശിരസ് നമിച്ച് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്, ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്, ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.